pictures of PM's visit to Lakshadweep flooded the internet. In another tweet, he accused India of copying a small economy like Sri Lanka to make money. He also retweeted a post which called PM a clown and a puppet. The post was later deleted. The Maldives government distanced itself from the minister's remarks, saying that these opinions are personal and do not represent the views of the government of Maldives. കുറച്ചു ദിവസങ്ങളായി വാർത്താ പ്രാധാന്യം നേടിയ ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. അറബിക്കടലിൽ കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്ന 36 ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ലക്ഷദ്വീപ്. അതിമനോഹരമായ ബീച്ചുകൾ, ചരിത്രസമ്പന്നമായൊരു പ്രദേശം, കൂടാതെ അതുല്യമായ സംസ്കാരം, ഊഷ്മളമായ ആതിഥ്യമര്യാദ എന്നിവയ്ക്ക് പേരുകേട്ട് ഈ മനോഹരമായ ദ്വീപ് സമൂഹം ഇന്ത്യയിലെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ലക്ഷദ്വീപിനെ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടി ഒന്ന് പരിശോധിക്കാം. ലക്ഷദ്വീപിന്റെ ചരിത്രം 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട പുരാതന ബുദ്ധസാഹിത്യത്തിൽ ആണ് ആദ്യമായി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ചോളന്മാർ, പോർച്ചുഗീസുകാർ, മൈസൂരിലെ ടിപ്പു സുൽത്താൻ തുടങ്ങിയ വിവിധ രാജവംശങ്ങൾ ഇവിടം ഭരിച്ചു. 1956-ൽ ഇത് ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടു. അതിനുശേഷം ഇത് ഭാരതത്തിന്റെ ഒരു പ്രധാന ടൂറിസ്റ്റ് ആകർഷണ സ്ഥലമായി മാറി. സമ്പന്നമായ ചരിത്രവും സംസ്കാരവും പ്രകൃതി ഭംഗിയുമുള്ള ലക്ഷദ്വീപ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഈ ദ്വീപുകൾ ഇന്ത്യയുടെ ടൂറിസം വ്യവസായത്തിന് സംഭാവന നൽകുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് പ്രതിരോധ സേനയുടെ തന്ത്രപരമായ സ്ഥലമായി ലക്ഷദ്വീപിനെ കണക്കാക്കുന്നു. ദ്വീപുകളുടെ സുസ്ഥിര വികസനവും സംരക്ഷണവും ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ഇത് രാജ്യത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ലക്ഷദ്വീപിന്റെ ഭരണസംവിധാനം. പ്രദേശത്തെ മൊത്തം 11 അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായി തിരിച്ചിരിക്കുന്നു. ഓരോന്നിനും ഒരു അഡ്മിനിസ്ട്രേറ്റർ നേതൃത്വം നൽകുന്നു. പ്രകൃതി സൗന്ദര്യവും സമുദ്രജീവികളെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആണ് ദ്വീപുകളുടെ വികസനത്തിനും പരിപാലനത്തിനും പ്രാദേശിക ഭരണകൂടം ഊന്നൽ നൽകുന്നത്. സന്ദർശകരെ ആകർഷിക്കുന്നതിനും ദ്വീപുകളുടെ തനതായ സംസ്കാരവും പ്രകൃതി ഭംഗിയും പ്രദർശിപ്പിക്കുന്നതിനുമായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ വിവിധ ടൂറിസം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ലക്ഷദ്വീപ് ടൂറിസം ഫെസ്റ്റിവൽ സഞ്ചാരികളുടെ പ്രധാന ആകർഷണമാണ്. ദ്വീപുകളിലെ പരമ്പരാഗത നൃത്തരൂപങ്ങൾ, പാചകരീതികൾ, കരകൗശല വസ്തുക്കൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് പ്രാദേശിക കുടുംബങ്ങളോടൊപ്പം താമസിക്കാനും അവരുടെ ജീവിത രീതി അനുഭവിക്കാനും കഴിയുന്ന ഒരു ഹോം സ്റ്റേ പ്രോഗ്രാമും ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. പ്രകൃതിസ്നേഹികളുടെയും സാഹസികത ഇഷ്ടപ്പെടുന്നവരുടെയും പറുദീസയാണ് ലക്ഷദ്വീപ്. തെളിഞ്ഞ ജലം, പവിഴപ്പുറ്റുകൾ, വെളുത്ത മണൽ നിറഞ്ഞ ബീച്ചുകൾ തുടങ്ങിയവയും. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ്, കയാക്കിംഗ് തുടങ്ങി വാട്ടർ സ്പോർട്സിന് അനുയോജ്യമായ സ്ഥലവുമാണ് ലക്ഷദ്വീപ്. വൈവിധ്യമാർന്ന വർണ്ണാഭമായ മത്സ്യങ്ങളും ആമകളും ഉള്ള ഈ ദ്വീപുകളിൽ സമ്പന്നമായ സമുദ്രജീവികളുണ്ട്. ഇത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്ക് ഒരു ജനപ്രിയ സ്ഥലമാണ്. സുസ്ഥിര ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദ്വീപുകളുടെ ദുർബലമായ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുന്നതിനുമായി ഇക്കോ ടൂറിസം പദ്ധതികൾ ഭാരത സർക്കാർ നടപ്പാക്കിയിട്ടുണ്ട്. പവിഴപ്പുറ്റുകളുടെ ആരോഗ്യം നിരീക്ഷിക്കുന്നതിൽ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിയുള്ള ഒരു കമ്മ്യൂണിറ്റി അധിഷ്ഠിത പ്രോഗ്രാമാണ് കോറൽ റീഫ് മോണിറ്ററിംഗ് നെറ്റ്വർക്ക്. കടലാമകളുടെ സംരക്ഷണത്തെക്കുറിച്ചും അവയുടെ ആവാസവ്യവസ്ഥയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുകയാണ് ലക്ഷദ്വീപ് ടർട്ടിൽ ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നത്. ലക്ഷദ്വീപ് ക്രൂയിസ് ടൂറിസം വിനോദസഞ്ചാരികൾക്ക് കടൽ വഴിയുള്ള യാത്രയിലൂടെ ദ്വീപുകൾ പര്യവേക്ഷണം ചെയ്യാനുള്ള അവസരം നൽകുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങൾ പ്രധാനമായും മലയാളി, അറബ് വംശജരാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. ഇന്ത്യൻ, അറബ്, കിഴക്കൻ ആഫ്രിക്കൻ വംശരുടെ സ്വാധീനങ്ങളുടെ ഒരു മിശ്രിതമാണ് ലക്ഷദ്വീപിന്റെ സംസ്കാരം. ഊഷ്മളമായ ആതിഥ്യമര്യാദ ഉള്ളവരും പരമ്പരാഗത നൃത്തരൂപങ്ങൾ പിന്തുടരുന്നവരും രുചികരമായ പാചകരീതികൾ പരിചയപ്പെടുത്തുന്നതിലും പേരുകേട്ടവരാണ് ഇവിടുത്തെ ജനങ്ങൾ. ദ്വീപുകളുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പരമ്പരാഗത നൃത്തരൂപങ്ങളായ ലാവ നൃത്തം, കോൽക്കളി, പരിചകളി എന്നിവ കാണാനും ആസ്വദിക്കാനും ധാരാളം പേർ ദ്വീപ് സന്ദർശിക്കാറുണ്ട്.
ഏകദേശം 64,000 ജനസംഖ്യയുള്ള ലക്ഷദ്വീപിൽ ഭൂരിഭാഗവും പ്രധാന ദ്വീപായ കവരത്തിയിലാണ് താമസിക്കുന്നത്. മത്സ്യബന്ധനവും തെങ്ങുകൃഷിയുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിലുകൾ. വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും പെട്ട ആളുകൾ ഐക്യത്തോടെ സഹവർത്തിത്വം പുലർത്തുന്ന ഒരു ജനസമൂഹമാണ് ഈ ദ്വീപുകൾക്കുള്ളത്. ലക്ഷദ്വീപിലെ സാക്ഷരതാ നിരക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒന്നാണ്. ജനസംഖ്യയിൽ ഭൂരിഭാഗവും വിദ്യാസമ്പന്നരാണ്. ദ്വീപുകളിലെ കുട്ടികൾക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനായി ഭരണകൂടം സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് എഞ്ചിനീയറിംഗ് വിവിധ എഞ്ചിനീയറിംഗ് മേഖലകളിൽ കോഴ്സുകൾ നൽകുന്നുണ്ട്. ദ്വീപുകളിലെ ഏക എഞ്ചിനീയറിംഗ് കോളേജ് ഇതാണ്.